ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഉപ്പുമാവാണ് കേട്ടാ, റവയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു പകുതി സവോള, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. പിന്നെ നമ്മൾ ഇത് ഒരു ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കേട്ടോ കൂട്ടുകാരെ. എന്നും നമ്മൾ ഈ നാളികേരമൊക്കെ ഇങ്ങനെ ചിരകിയിട്ടിട്ടൊക്കെ ഉണ്ടാക്കുകയല്ലേ. അപ്പം ഇന്നൊരു വെറൈറ്റിയിലാവാൻ വിചാരിച്ച്. അപ്പോൾ ഇത് ഞായറാഴ്ചക്കലത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ വിറ്റടിയും ബാത്റൂമൊക്കെ കഴുകാനൊക്കെ നിന്നിട്ടാ. അപ്പം ഞാൻ അടുക്കളയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ സമയം 7 മണിയാട്ടാ. അപ്പം നമ്മളെ ബേബിക്കുട്ടൻ വന്നിട്ടാ. എന്താണോ ആവട്ടാ, ബേബിക്കുട്ടന് ഭയങ്കര ക്ഷീണം, ചൂടൊക്കെ ആയിട്ട് വയ്യായിട്ട് എന്താണാവട്ടാ, നല്ലൊന്നും കഴിക്കണമൊന്നുമില്ല. അതിൻ്റെ മോളുടെ പൂച്ചയാട്ടാ. ഇപ്പോൾ വിളിക്കുമ്പോൾ ഓള് ചോദിക്കും, അമ്മ ബേബി വന്നിരുന്നു ചോദിക്കൂട്ടാ. ഇതിൻ്റെ പോലെ തന്നെ ഭയങ്കര മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടാട്ടാ മോൾക്ക്. അപ്പോൾ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്കൊരു ജാതി എന്തോ ഭക്ഷണം അങ്ങനെ കഴിക്കണില്ല കേട്ടാ. അങ്ങനെ പിന്നെ റവയെ കണ്ട് വറുത്ത് വെച്ചു കേട്ടാ. പിന്നെ ഞാൻ അതിലേക്ക് നമുക്ക് നാളികേരം വേണമല്ലോ, നാളികേരത്തിൻ്റെ പാലാട്ടാ വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു വലിയ മുറി നാളികേരം ചിരകി അതിൻ്റെ പാല് എടുക്കണം കേട്ടോ. ചോറിനൊക്കെ വെള്ളം അങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാനിൽ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം ഇഞ്ചി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. അപ്പോൾ ആ ഇഞ്ചി നമുക്ക് കടിച്ചാലും നമുക്കൊരു തുപ്പിക്കളയാൻ തോന്നില്ല കേട്ടോ. അല്ലെങ്കിൽ പച്ച ഇഞ്ചിയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ എന്തോ ഒരു പോലെയല്ലേ. അപ്പോൾ ആ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളെ കടലയും കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക്, കറിവേപ്പില, സവോള, ക്യാരറ്റ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കണമൊക്കെ നല്ല തന്നെയാട്ടോ, വെജിറ്റബിൾസൊക്കെ ഇത്രയും. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്തതാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ നാളികേരം ഒരു മുറി ചിരകിയിട്ട് അതിൻ്റെ പാല്, അതായത് ഒരു 300 ഗ്രാം റവ ഉണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒരു 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് 2 പ്രാവശ്യം അടിച്ചിട്ട് പാല് പിഴിഞ്ഞ് വെച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് പാലാക്കി ഇറക്കുക വെച്ചാൽ നമുക്ക് റവ വേവണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം ഞാൻ നമ്മളെ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ചായ ഒരു അടുപ്പത്ത് റെഡിയാവുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ തിളച്ച് വന്നു കേട്ടോ. അപ്പം റവ ചേർത്ത് കൊടുക്കാം നമുക്ക്, എല്ലാം തിളച്ചിട്ടാ. അപ്പോൾ കുറേശ്ശെ റവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഉപ്പുമാവ്. ഇപ്പം നമ്മൾ ഗുരുവായൂരൊക്കെ പോയിട്ട് വെച്ചാൽ ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ അതിലേക്ക് ഒരു ഇഷ്ടപോലെ ഒരു കറി ഉണ്ടാവും, ഉരുളൻകിഴങ്ങിൻ്റെ ഒരു ബജിക്കറി. അടിപൊളി ടേസ്റ്റാട്ടാ. ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് ഇങ്ങനെ മൂക്കിക്ക് വരും അതിങ്ങനെ പറയുമ്പോൾ തന്നെ. ഇപ്പം അടുത്തൊന്നും ഞാൻ ഉപ്പുമാവ് കഴിച്ചില്ല കേട്ടോ. മുന്നേയൊക്കെ പോയിട്ട് ഒരു ദിവസം ഉപ്പുമാവ് കഴിച്ചപ്പോൾ അതിലേക്ക് ഉള്ളൊരു കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ച് ചേർത്ത് ഇങ്ങനെ കുടഞ്ഞ് ഇളക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാട്ടാ, കഴിക്കാൻ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉപ്പുമാവിലേക്ക് പപ്പടമാണ് കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഇനി വേണം. അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ എല്ലാവരും കണ്ടോളാം കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡി ആയതിൻ്റെ ശേഷം ഞാൻ ഒരു നമ്മളെ കറിയൊക്കെ ഒഴിക്കുന്ന ഒരു പാത്രത്തിൽ ഞാൻ ഇതേപോലെ എടുത്ത് കൊട്ടിയിട്ട്, അതേപോലെ എന്നിട്ട് നമുക്ക് ഹോട്ടലിലൊക്കെ പോയ ഉപ്പുമാവ് തരിക. അങ്ങനെ പപ്പടം കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമാവിനോട് കൂടി ഈ പപ്പടമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ പഴവും കൊടുന്നിട്ടാ. അപ്പോൾ ഉപ്പുമാവും പഴവും പപ്പടമൊക്കെ ആയിട്ട് നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്ട് സൂപ്പറായിട്ടാ. അപ്പോൾ പപ്പടം ഞാൻ ഉച്ചക്കലേക്കും കൂടിയിട്ട് അത് കാച്ചെടുക്കുക കേട്ടോ. ഏതായാലും
വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാച്ചല്ലേ. അപ്പോൾ 4 നേരമായിട്ട് കാച്ചി വെച്ചു. അങ്ങനെ പപ്പടമൊക്കെ കാച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ ചായ കുടിക്കാമല്ലോ. ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഏട്ടന് ആദ്യമായിട്ട് ചായ കൊടുക്കുക കേട്ടോ. പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഉപ്പുമാവൊക്കെ നന്നായിട്ട് ഒക്കെ കഴിച്ചു കിട്ടാ. അപ്പോൾ രാവിലത്തെ പരിപാടി കണ്ട് കഴിഞ്ഞു കിട്ടാ. അപ്പോൾ ഞാൻ ചകിരി ഉണ്ട് കേട്ടാ. നമ്മൾ ഈ പൊളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണ ചകിരി അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഇട്ടാലും നമുക്ക് ആ അടുപ്പിൻ്റെ ചോട്ടിക്ക് ഇടാലോ. അപ്പോൾ അവർക്ക് ഒന്ന് ചിക്കി ഇടട്ടയച്ചിട്ട് വെയിലത്തേക്ക് കണ്ട് ഇടട്ടയച്ചിട്ട് ഞാൻ പോയത്. അപ്പം മണി മക്കളും ഓൾക്ക് രാത്രി ഞാൻ ഇവിടെ ചോറ് കൊടുക്കൂട്ടാ. ജോലിക്ക് ചോറ് കൊടുക്കാൻ വന്നാലും ഇവിടെ കയറിക്കും. അപ്പം ഞാൻ ആ ജോലിയുടെ ചോറിൽ നിന്ന് കുറച്ചാണ്ട് എടുത്തിട്ട് അവിടെ വെച്ചെടുക്കും. അപ്പോൾ ഓളെ വിചാരപ്പോൾ ഞാനിട്ട് വന്നപ്പോൾ മക്കളെ കയറ്റി വന്നിറക്കുക ചോറിന് വെച്ചിട്ട് രാവിലെ കേട്ടപ്പോൾ. അപ്പോൾ ചോറൊക്കെ വേവണ്ടേ. അപ്പോൾ ഇപ്പോൾ ചോറില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ വേവട്ടെട്ടാന്നൊക്കെ പറയുകേട്ടാ. അപ്പം നമ്മളെ ചകിരിയൊക്കെ എടുത്തിട്ട് ഒന്നാണ്ട് ഇതൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണ കേട്ടാ. പക്ഷെ ഒരു വെയിൽ കൊണ്ടാലും നമുക്ക് അടുപ്പിൻ്റെ ചോട്ടിക്ക് ഇടാം. അപ്പോൾ പിന്നെ ആ അടുപ്പിൻ്റെ ചൂടൊക്കെ ആയിട്ട് കത്തി പോകൂട്ടാ. പിന്നെ മഴയത്ത് അവിടെ കിടന്നാൽ പിന്നെ ഇങ്ങനെ അവിടെ കിടന്ന് ചീഞ്ഞ് ഇതാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങനെ മലത്തി വെക്കുക കേട്ടാ. അപ്പോൾ വേഗം ഉണങ്ങും. ഒരുമാതിരി ഉണങ്ങിയത് തന്നെയാണ് കേട്ടാ. പക്ഷെ ഒരു മഴ കൊണ്ടല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ വന്നപ്പോഴേക്കിന് ഏട്ടൻ കടയിൽ നിന്ന് വന്നു കേട്ടാ. അപ്പോൾ മീൻ വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ മത്തി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് ചിക്കൻ വാങ്ങിച്ചോ, ഞായറാഴ്ചയല്ലേ എന്നാൽ മോനൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു. അപ്പോൾ മത്തിയും കൊടുന്ന് ചിക്കൻ ഉണ്ട്, പഴമുണ്ട്, മല്ലിയുടെ ഇലയും ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ പിന്നെ മത്തി ഞാൻ എടുത്തില്ല, ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ മത്തി ഞാൻ പിന്നെ നന്നാക്കിയിട്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ മോനോട് ഞാൻ ചോദിച്ചു ചിക്കൻ എന്താ ചെയ്യേണ്ടത് മോനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് റോസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടാ. ഒരുപാട് വലിയ കഷ്ണം ഇവിടെ അത്ര താല്പര്യമില്ല കേട്ടാ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് മസാല തേച്ച് കുറച്ചവിടെ വെച്ചാൽ ആ ചിക്കൻ ഇങ്ങനെ വെള്ളം നിറായിട്ട് കിടക്കില്ല. നല്ല കളറും ആവും, പൊരിച്ച പോലത്തെ ഒരു കളറും ആവും കേട്ടാ. അപ്പോൾ ഉണക്കക്കൊഞ്ചേ വെച്ചിട്ട് ഇങ്ങനെ റോട്ടുമ്പോൾ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മറുത്ത് പോയി നോക്കിയതാ ഫോണായിട്ടിട്ട്. നമ്മൾ എന്തേലും ഒരു ചെറിയൊരു ഇത് ഉണ്ടെങ്കിൽ അപ്പം ഫോണായിട്ട് ഓടി വരില്ല. അപ്പം ഞാൻ അയാളോട് ചോദിക്കാം നിങ്ങൾ ഇതിയെ പോവലുണ്ടെന്നൊക്കെ. ഞാൻ ഇവിടെ ഇരുന്നൊക്കെ കൊടുത്തു തരുന്ന ആളല്ലേ, എന്നെ ഇപ്പം നിങ്ങൾക്ക് മറന്നാന്നൊക്കെ ചോദിക്കാട്ടാ. അപ്പോൾ 100 രൂപയ്ക്കേട്ടാ. ആ സൗണ്ട് ഞാൻ കൊടുത്തില്ല. അപ്പോൾ 100 രൂപയ്ക്കേട്ടാ വാങ്ങിച്ചത്. എന്നാലും നമുക്ക് ഒന്നും ഇല്ലാത്തപ്പോൾ എന്തേലും ഒരു ചക്കക്കുരുവിൻ്റെ കൂടെ എന്തേലുമൊക്കെ ഇട്ടിട്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ അപ്പൂനെ ഒന്ന് പുറത്തേക്ക് ഇറക്കി. അപ്പൂ തീരെ രാവിലെ ചോറ് തന്നില്ല കേട്ടാ. അപ്പോൾ ചിന്നുവിൻ്റെ മക്കൾ വന്നപ്പോൾ ഞാനത് വെച്ചു കൊടുത്തു, നാശാക്കി കളയാന്നല്ലോ വെച്ചിട്ട്. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടിയിട്ട് ഒന്ന് ചേർത്ത് കുഴച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുക കേട്ടാ. ഇനി ലാസ്റ്റേ അത് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം മല്ലിയുടെ ഇല ഇപ്പം ഇന്നത്തെ ആവശ്യത്തിന് ഇവിടെ ഉണ്ട്. പക്ഷേ ഏട്ടൻ കൂടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കഴുകൊന്നുമില്ല കേട്ടോ. അപ്പോൾ എടുക്കുമ്പോഴേ ഞാൻ കഴുകുള്ളൂ. ആ കടയൊക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്തിട്ടതിൻ്റെ ശേഷം 3 ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, അതിലിട്ട് വയ്ക്കും. അപ്പോൾ കുറേ ദിവസം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പഠിക്കലേക്ക് ഇരുട്ടോട് കൂടിയിട്ടാട്ടാ ചിന്നുവിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയതാട്ടാ. അപ്പോൾ ഒരാൾ അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തിട്ട് അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ബൈക്കുമ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ നിന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ഇന്ന ആളെ വൈഫല്ലേ എന്നൊക്കെ ചോദിച്ചാന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ പറഞ്ഞ് ഞാൻ അപ്പോൾ അയാളെ വണ്ടിൻ്റെ മേലെ 2 കവറുണ്ട് കേട്ടോ. ഒന്ന് വീട്ടിലേക്കുള്ള മീനും പിന്നെ കുറച്ച് വേസ്റ്റും മീനൊക്കെ കൂടിയിട്ട് ഈ നായക്കുട്ടികൾക്ക് അയാൾ ദിവസം കൊടുക്കലുണ്ട് എത്ര കേട്ടാ. അതവിടെ കൊട്ടി. അപ്പോൾ ഈ തിന്നിനോടന്ന് ഒറ്റ അങ്ങോട്ടും പോയിട്ട് അവൻ തിന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുക ആ ജനിച്ച അന്ന് മുതൽ ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരാൾ ബൈക്കുമ്പോൾ വന്നിട്ട് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ. അത് ഇയാളത്രേ അന്ന് ഇട്ടിട്ട് ഇവർക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട് പറയാം. അപ്പം ഇന്ന് സാമ്പാർ കണ്ടിട്ടാ. സാമ്പാർ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ചിലവായില്ല കേട്ടാ. ഞാൻ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ അങ്ങനെ വറുത്ത് ഒക്കെ റെഡിയാക്കി സാമ്പാറും വെക്കുന്ന മറ്റേ റോസ്റ്റ് അല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആരും സാമ്പാർ കൂട്ടിയില്ല കേട്ടാ.
അപ്പോൾ സാമ്പാർ പിന്നെ ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. പിറ്റേ ദിവസം അങ്ങനെ ഫ്രിഡ്ജിലേക്കാണ്ട് കയറ്റി രാത്രി. പിറ്റേ ദിവസം പിന്നെ കറി വെച്ചില്ല കേട്ടോ. അങ്ങനെ അടുപ്പത്ത് തന്നെയാണ് കേട്ടന്ന് ചോറൊക്കെ വാർത്ത് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പെരിഞ്ചീരകമൊക്കെ ഒന്ന് ഒരു 1/2 ടീസ്പൂണ് പൊട്ടിച്ചതിൻ്റെ ശേഷം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി ഇട്ടുണ്ട് കേട്ടോ. ഒന്ന് അടച്ചു കൊടുത്തിട്ട് പോകുന്നുണ്ട്, ഒന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും നമ്മളെ സാമ്പാറിൻ്റെ വലിയ കഷ്ണങ്ങളും പരിപ്പൊക്കെ ഞാൻ കുക്കറിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സവോള ഇടാൻ മറന്നു പോയിട്ടാ. അപ്പോൾ ഒരു പകുതി സവോളയും വെണ്ടയ്ക്കും കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം നമ്മളെ വേവിച്ച് വെച്ച കഷ്ണങ്ങളും കൂടെ തന്നെ പുളിവെള്ളവും ഉപ്പും നമ്മളെ അരപ്പും എല്ലാം കൂടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പണിയായിരുന്നിട്ട് അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും അടുപ്പത്തും ഉണ്ട് ഗ്യാസുമ്മലും ഒരേപോലെ. അടുപ്പത്ത് സാമ്പാറും ചിക്കൻ സോറി ഗ്യാസുമ്മ സാമ്പാറും അടുപ്പത്ത് ചിക്കനും 2 പാത്തിക്കും ഇങ്ങനെ ഒരേ ടൈമിൽ പോകുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതും വെറുതെ അല്ല, ഫോണും ക്യാമറയും സ്റ്റാൻഡും ഒക്കെ പിടിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മളെ കഷ്ടപ്പാട് യൂട്യൂബൊന്നും കാണുന്നില്ല കേട്ടാ. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയപ്പോൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വഴന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, പിന്നെ 3/4 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല കേട്ടാ. ഇത്രയും സാധനങ്ങൾ മൊത്തത്തിൽ ഒരു പ്ലേറ്റിൽ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്നതാട്ടാ. എല്ലാം കൂടി വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലോ വെച്ചിട്ട് അതിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടാ. അങ്ങനെ ഒന്ന് തിളച്ച് മസാലയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ നമ്മളെ മസാലയൊക്കെ തേച്ച് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടാ. ഇനി ഇങ്ങനെ അന്ന് അടച്ച് തുറന്ന് റെഡി ആവും കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ ചിക്കൻ അപ്പോൾ എന്തായാലും വെള്ള അപ്പം ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് അടച്ചിട്ട് പോട്ടെ. സാമ്പാറുണ്ടല്ലോ അടുപ്പത്ത്. അപ്പോൾ ഒരു കോമഡി ആട്ടോ ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഈ അന്നന്നപ്പാത്തയ്യേ എന്നുള്ള പാട്ടില്ലേ, അത് ഈ പാട്ട് ഇറങ്ങിയ അവസരത്തിൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് ആ പാട്ട്. അപ്പോൾ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു എനക്ക് ഇന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടാ. എന്തായാലും എനിക്ക് വഴങ്ങാത്തൊരു പാട്ടാണെന്ന് മൂപ്പർക്കറിയാം. അപ്പം എന്നോട് പറഞ്ഞു എനക്ക് പറ്റിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് തന്നെ. അപ്പം ഞാൻ ആ പാട്ട് തീരെ കേട്ടിട്ടില്ല കേട്ടാ. അപ്പം ഏത് പാട്ടാന്ന് വെച്ച് അപ്പയ്ക്ക് കാട്ടി തന്ന് അന്നന്നപ്പാത്തയ്യേ എന്നുള്ള പാട്ടിട്ടാ. അപ്പം എന്നും എടുത്തു നോക്കുമ്പോൾ പിന്നെ എന്നും തന്നെ വരും കേട്ടാ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ എനിക്കത് പാടാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിൽ ആണ് ഇപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞത് എനിക്ക് പറ്റിയൊരു പാട്ട്. അപ്പം എന്തായാലും ഒരു 4 വരി എന്തായാലും പാടിയിട്ട് തന്നെ കാര്യം കേട്ടാ. അന്നന്നപ്പാത്തയ്യേ അപ്പത്തിത്തേ തേന അപ്പാത്തിയ അപ്പത്തിത്തേ തേക്കു അപ്പാത്തിക്കോ അപ്പാത്തിക്കൂത്ത് കൂത്ത് കൂത്ത് അപ്പാത്തയ്യേ അന്നന്നപ്പാത്തയ്യേ അപ്പാത്തിത്തേ തേന അപ്പാത്തിയ അപ്പത്തിത്തേ തേക്കു അപ്പാത്തിക്കോ അപ്പാത്തിക്കൂത്ത് കൂത്ത് കൂത്ത് അപ്പാത്തയ്യേ. നമ്മക്കും പാടാൻ പറ്റും നമ്മളെ രീതിയിലൊക്കെ കേട്ടാ. നമ്മളാരും അങ്ങനെ തളർത്താൻ നോക്കൊന്നും വേണ്ട, അത് വേറെ കാര്യം. ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമൊന്നുമില്ല കേട്ടാ. വിചാരിച്ചാൽ ശ്രമിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളെ ചിക്കൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. സാമ്പാറൊക്കെ അവിടെ മാറി നിന്നിട്ട് ആരും കൂട്ടിയില്ല. അപ്പോൾ ഓക്കെ, ബായ്.